ഹലോ ഹായ്. ഹലോ. അപ്പം നമ്മൾ മോളിവുഡ് ടൈംസ് ഇന്നിപ്പോൾ റിലീസ് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടു, ജസ്റ്റ് അവിടുന്ന് കണ്ടിറങ്ങി ഞങ്ങൾ പാർക്കിങ്ങിൽ ഇരിക്കുകയാണ് റിവ്യൂ തരാനായിട്ട്. അപ്പോൾ ഇത് രാമു സുനിൽ എന്ന് പറഞ്ഞ റൈറ്ററാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ രേഖാചിത്രം എഴുതിയിരിക്കുന്ന ആളാണ്. നല്ല അടിപൊളി സ്ക്രിപ്റ്റാണ്, എനിക്ക് തോന്നുന്നു നല്ല ഇതായിട്ട് പോയിട്ടുണ്ട്. അഭിനവ് സുന്ദർ നായകാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന്റെ സംവിധാനം തന്നെ. അപ്പോൾ നമ്മൾ മൂവിയിലേക്ക് കിടക്കാം. മൂവിയിലേക്ക് നമ്മുടെ കുറേ നായകന്മാർ, പുതുമുഖം എന്നല്ല, നമുക്ക് പരിചിതമായിട്ടുള്ള കുറേ നായകന്മാർ ഇങ്ങനെ കടന്ന് പിള്ളേർ കുറേ കടന്നു പോകുന്നുണ്ട്. നസ്ലിനെ നമുക്ക് അതെ, നസ്ലിൻ ഓരോ മൂവി കഴിയുമ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനയം കൊണ്ടിട്ട്. ശരിക്കും തണ്ണീർമത്തം ദിനങ്ങൾ നമ്മൾ അങ്ങോട്ട് ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഇങ്ങനെ കയറി പോകുന്നതാണ്. നസ്ലിന്റെ അതിഗംഭീരമായ പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ ആവേശത്തിനകത്ത് അഭിനയിച്ച റോഷൻ ഷാനവാസ്, അതാണ് നമ്മള് വേറെ ഒരു കഥാപാത്രം സംഗീത് പ്രതാപ്, അവര് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ ആദ്യമേ ഇത് സിനിമ കാണുന്നതിന് മുന്നേ വിചാരിച്ചത് ഇവര് തമ്മിലുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു കോംബോയാണല്ലോ. അപ്പൊ ആ ഒരു കോംബോ പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. ആ ഒരു രീതിയിലെല്ലാം പോകുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്. അതൊക്കെ നല്ല രസകരമായിട്ട് അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നെ ഇടയ്ക്കൊക്കെ ഒരു കാർട്ടൂൺ രീതിയിലൊക്കെ നമ്മളെ ഇടയ്ക്ക് ആരൊക്കെയോ വന്ന് കഥകളൊക്കെ പറഞ്ഞ രീതിയിൽ ഒക്കെ നമ്മളെ ഒരു അങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ക്യാമിയോ റോൾ മോൾക്ക് ബേസിൽ ജോസഫ് വന്ന് പോകുന്നുണ്ട്. ഭയങ്കര രസമാണ്, ഭയങ്കര ഭംഗിയാണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ ശബ്ദം മാത്രം കേട്ടാൽ മതി, ഒരു രക്ഷയില്ല. അങ്ങേര് വന്ന് ചെയ്യുന്ന കുറച്ച് ഡയലോഗ് ഡെലിവറീസ് ഒക്കെയാണ് അതിന്റെ സൂപ്പറാണ്. അല്ലെ, പുള്ളി പ്രത്യേക രീതിയിലാണ് പുള്ളിയുടെ പ്രത്യേകിച്ച് ഈ ക്യാരക്ടർ. എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയാണ്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ ആശ. പിന്നെ ഇതിനകത്ത് കുറച്ച് മരണങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒരു കോമഡി രീതിയിൽ നമുക്ക് അതെ, എനിക്ക് തോന്നുന്നു മരണം കണ്ടിട്ട് ആദ്യമായിട്ട് ചിരിക്കുന്നത് ഈ മൂവിയിലായിരിക്കും. എവിടെയൊന്നും പറയുന്നില്ല, പക്ഷെ നല്ല കിടുക്കാച്ചി സാധനമായിരുന്നു. ഒരു ഡാർക്ക് ഹ്യൂമറാണ് പടം. പക്ഷെ നമ്മളെ ഇടയ്ക്ക് നമ്മള് ചിരിച്ചുകൊണ്ടിരിക്കും. ഇന്റർവെല്ല് വരെ നമ്മള് അടിപൊളിയായിരുന്നു. ഇന്റർവെൽ സൂപ്പറായിരുന്നു. നമ്മള് ഇന്റർവെൽ കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. നല്ല സൂപ്പർ മൂവിയാണല്ലോ. കൈയടിക്കാനായിട്ടൊക്കെ തോന്നിയായിരുന്നു. പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസന്റെ എൻട്രി കണ്ടപ്പോഴേ തന്നെ നമ്മൾ ആ ശബ്ദമാണ് ആദ്യമേ കാണിക്കുന്നതിന് മുന്നേ ശബ്ദമാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. അത് കേട്ടപ്പോഴേ തന്നെ നമ്മൾ കൈയടിക്കാനായിട്ട് നമ്മൾ പോകും. അതുപോലെ ഇതായിരുന്നു. പിന്നെ ഇതിനകത്ത് പറയേണ്ടത് മ്യൂസിക് BGM നമ്മള് പാട്ടായിട്ടേ ഉള്ളൂ, ഒരു പാട്ട്. പക്ഷെ അതിൻ്റെ അകത്തെ ലൈൻസും ലിറിക്സും എന്ന് പറയുന്നത് ആ ഒരു കഥാപാത്രത്തിനും ആ ഒരു സംഭവത്തിനും യോജിച്ച രീതിയിലുള്ള എല്ലാം പോകുന്നത്. അതിൻ്റെ അകത്ത് ആ എഴുതിയിരിക്കുന്ന ആൾക്കും സ്പെഷ്യൽ ഒരു BGM ജെക്സ് ബിജോയ് വീണ്ടും എനിക്ക് ലോക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ലോകയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ. പക്ഷെ ജെക്സ് ബിജോയ് ടച്ച് മൂവിയുടെ ഉണ്ട്. ഒരു പിള്ളേരുടെ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, പിന്നെ വേറെ ഒരു കഥാപാത്രത്തിനും ഓരോ സംഭവത്തിനും അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അതിന്റെ ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. പിന്നെ ഷറഫുദ്ദീൻ നമ്മൾ എടുത്തു പറയേണ്ട ഒരിതാണ്. ഒരു ഡാർക്ക് ഹ്യൂമർ ആയതുകൊണ്ട് തന്നെ പല നെഗറ്റീവ് ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് പല ആൾക്കാരും ചെയ്യുന്നത്. നമുക്കത് കഥ മുന്നോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് ആണോ അല്ലെങ്കിൽ ഇത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, ഏറ്റവും അവസാനമൊക്കെ വന്നിട്ട് ആളൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഒരു സങ്കടപ്പെട്ടിട്ട് പറയുന്നത്. അതൊക്കെ ഭയങ്കര ടച്ച് ചെയ്ത സെൻസ് ആൾ ഉള്ളിൽ തട്ടി പറയുന്നില്ല. ആളുടെ ഒരു ഡയലോഗ് ഡെലിവറി ഭയങ്കരമായിട്ട് എനിക്ക് അത് ടച്ച് ചെയ്തൊരു സീനായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു ഉള്ളടക്കം ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണമാണിത്. പ്രയാണം എന്ന് പറയാം, ഡോറയുടെ പ്രയാണം പോലെ പ്രയാണമാണ്. പിന്നെ നമുക്കൊരു ഇതിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇച്ചിരി ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്കൊരു വിഷമം വന്നു. പലപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ, സിനിമയിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പിന്നെ ഇന്നത്തെ കാലഘട്ടത്തില്
ഇങ്ങനെ ആയിരിക്കും ഒരു റിയാലിറ്റി ഇതായിരിക്കും. ടാലന്റിനെക്കാട്ടിലും ഉപരി എന്ന് പറയുന്നത് ആൾക്കാരെ സൂചിപ്പിച്ച് നിർത്താനും അതെ അങ്ങനെയുള്ള കഴിവും കൂടെ വേണം എന്ന് കാണിക്കുന്ന ഒരു മൂവിയും കൂടെയാണ്. ടാലന്റ് മാത്രം പോരാ, അതിനുപരി വേറെ പല കാര്യങ്ങളും കൂട്ടത്തിൽ വേണം. എനിക്കൊന്ന് പല സിനിമ ഫീൽഡില് നടക്കുന്ന ഒരു കാര്യത്തിനോട് ചിലപ്പം കണ്ണാടി ചിലപ്പോൾ തിരിച്ചു വെച്ചേക്കുന്നതും ആകായത്. നമുക്ക് നമ്മളെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ലാതെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് തോന്നി പലതും ചിലപ്പോൾ റിയലായിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. എനിവേ നമ്മുടെ സ്ഥിരം മൂവിക്കകത്ത് പറയുന്ന നമ്മുടെ റിവ്യൂസിനകത്ത് പറയുന്നത് പോലെ തന്നെ കുട്ടികളുമായിട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് എൻ്റെ അഭിപ്രായം അത് ചില നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞു പോകുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പം 3-4 സ്ഥലത്ത് വരുന്നുണ്ട് ഉണ്ട്. അപ്പം അത് നിങ്ങളുടെ കുട്ടികൾക്ക് കേൾക്കുന്നതുകൊണ്ട് ആസ് എ പേരൻസ് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. കാരണം കുറേ പോസിറ്റീവായിട്ടുള്ള ടേക്സ് ഇതിനകത്ത് നിന്ന് കുട്ടികൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇതാണ് ചില നെഗറ്റീവ് വാക്കുകൾ എന്തുകൊണ്ട് സെൻസർ ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. സാധാരണ തിയേറ്ററിൽ സെൻസർ ചെയ്യുന്ന ചില ബാഡ് വേർഡ്സ് ആണ് ഇതിൽ ചിലപ്പോൾ അത് കോമണായി മാറുകയായിരിക്കും. അതെ അതെ അതെ. അപ്പം അങ്ങനത്തെ ഒരു തെറിവാക്കുകൾ നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ കൊണ്ടുവരായിരിക്കും എന്നുള്ളത്. അത് ഇറ്റ്സ് ഓക്കെ ആണെങ്കിൽ കാര്യം ഇവർ സ്കൂളുകളിലൊക്കെ അല്ലെങ്കിൽ പലയിടത്തും ഇപ്പോൾ കേൾക്കാൻ സാധ്യതയുള്ള തെരുവാക്കുകളൊക്കെ തന്നെയാണ്. അപ്പം അത് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. എനിവേ പടത്തിന് ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ ഒരു 7.5 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കും. ഞാനും അതൊക്കെ തന്നെ ഓക്കെ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈയിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാന്ന് ഒന്ന് കമന്റ് ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണാമായിരുന്നു. അതെ 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 അതെ. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്ത മൂവിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. താങ്ക് യു.